കണ്ണൂർ മാങ്ങാട്ടിടത്ത് ബോംബുകൾ കണ്ടെത്തിയ സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ഈ ബോംബുകൾ ഇന്ന് നിർവീര്യമാക്കുകയാണ്. പഴക്കമുള്ള സ്റ്റീൽ ബോംബുകളാണെന്നാണ് പോലീസിന്റെ നിലവിലെ നിഗമനം. ബോംബുകളുടെ സ്ഫോടന ശേഷി എത്രയെന്ന് ബോംബ് സ്ക്വാഡ് പരിശോധിക്കും. നിഖിലുണ്ട് വിവരങ്ങളുമായി. നിഖിൽ, ഗുഡ് മോർണിംഗ്. ഈ ബോംബുകളുടെ പ്രഹരശേഷിയൊക്കെ പരിശോധിച്ചതിന് ശേഷമാകുമോ ഇനി നടപടിക്രമങ്ങളിലേക്കൊക്കെ കടക്കുക? എപ്പോഴാകും ഈ പരിശോധനകൾക്കൊക്കെ തുടക്കമാവുക? അത് തന്നെയാണ് ബോംബ് സ്ക്വാഡിന്റെ തീരുമാനം. കാരണം പഴക്കമുണ്ട് എന്നതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പോലീസ് പറയുന്നത് ഇന്നലെ ഈ 6 ബോംബുകൾ, സ്റ്റീൽ ബോംബുകൾ അവിടെ ഉണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് എത്തുന്നു, പരിശോധന നടത്തുന്നു. അതിൽ 2 ബോംബുകൾ പോലീസിന് അവിടെ നിന്ന് എടുത്തു മാറ്റാൻ തന്നെ വളരെ പ്രയാസപ്പെടേണ്ടി വന്നു എന്നാണ് പറയുന്നത്. കാരണം ഈ മരങ്ങളുടെ വേരുകളൊക്കെ പടർന്നു പിടിച്ച് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി എന്നാണ് പോലീസ് പറയുന്നത്. അപ്പോൾ കുറച്ച് പഴക്കമുണ്ട്, നേരത്തെ നിർമ്മിച്ച് സൂക്ഷിച്ചു വെച്ചതാണ്, പക്ഷെ പിന്നീട് അത് ഉപേക്ഷിക്കപ്പെട്ടു എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ഇന്ന് രാവിലെ തന്നെ ബോംബ് സ്ക്വാഡ് കൂത്തുപറമ്പിലെത്തി ഈ ബോംബുകളുടെ ഈ പ്രഹരശേഷി എത്രയാണ്, അതിന്റെ സ്ഫോടനശേഷി എത്രയാണ് തുടങ്ങിയ കാര്യങ്ങൾ ആദ്യം പ്രാഥമികമായി ഒരു പരിശോധന നടത്തും. അതിനുശേഷമായിരിക്കും ഇവ നിർവീര്യമാക്കുക. ഏതായാലും പോലീസ് വളരെ വിശദമായ ഒരു അന്വേഷണം തന്നെ ഈ വിഷയത്തിൽ നടത്തുന്നുണ്ട്. കാരണം ഈ സ്ഥല ഉടമയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞായിരുന്നു ഒന്നിക്കില്ലേ? ചെയ്തു. ഈ സ്ഥലമുടമയിൽ നിന്ന് ഇന്നലെ തന്നെ പോലീസ് മൊഴി എടുത്തിട്ടുണ്ട്. പോലീസ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത് സ്ഥലമുടമയ്ക്ക് ഇക്കാര്യത്തിൽ അറിവൊന്നുമില്ല എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല, നേരത്തെ അത്തരത്തിൽ ബോംബുകൾ കണ്ടെത്തിയ ഒരു പ്രദേശമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷമുള്ള പ്രദേശമോ അല്ല. അതിന് തൊട്ടടുത്ത പ്രദേശങ്ങൾ പാർട്ടി ശക്തി കേന്ദ്രങ്ങൾ എന്ന നിലയിൽ ചില പാർട്ടികളുടെ സ്വാധീന കേന്ദ്രങ്ങൾ ഉണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഈ പ്രദേശത്ത് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും നേരത്തെ ഉണ്ടായിരുന്നതല്ല. അപ്പോൾ എന്തിന് സൂക്ഷിച്ചു തുടങ്ങിയ കാര്യങ്ങൾ ഏതായാലും പോലീസ് അന്വേഷണം നടത്തും. പോലീസ് ഇപ്പോൾ പ്രാഥമികമായി പറയുന്നത് നേരത്തെ, അതായത് നമ്മൾ പറഞ്ഞതുപോലെ പഴക്കം ചെന്ന ബോംബുകളാണ് എന്ന് പോലീസ് പറയുമ്പോൾ നേരത്തെ നിർമ്മിച്ച് വെച്ചവ തന്നെയാണ്. പക്ഷേ പിന്നീട് അത് ആവശ്യമില്ലെന്ന് കണ്ട് ഉപേക്ഷിച്ചു എന്നൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. സ്ഥലമുടമയും പറയുന്നത് അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് ഒരറിവുമില്ല എന്ന് തന്നെയാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയിൽ നിന്ന് പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്ന ഒരു നിഗമനം. ഏതായാലും ബോംബ് സ്ക്വാഡ് ഇത് പരിശോധിച്ച് എങ്ങനെയാണ് അതിന്റെ പ്രഹരശേഷി തുടങ്ങിയ കാര്യങ്ങളിലേക്ക് കൂടി എത്തി ഇന്ന് തന്നെ അത് സുരക്ഷിതമായി നിർവീര്യമാക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോഴുള്ളത്. ശരി, ഓക്കെ നിഖിലെ, വ്യക്തമാണ്. കണ്ണൂർ മാങ്ങാട്ടിടത്ത് കണ്ടെത്തിയ ബോംബുകൾ ഇന്ന് നിർവീര്യമാക്കും. അതിന്റെ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു കണ്ണൂരിൽ നിന്ന് നമ്മുടെ നിഖിൽ.